ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായത്രി കല്ലുവിള. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്രയിലാണ് കേട്ടോ. യാത്രയെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഒരു അനിയത്തിയുണ്ട്. അപ്പം അമ്പിളി എന്നാണ് പേര്. കുഞ്ഞമ്മ താമസിക്കുന്നത് കാമുകഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നു കുഞ്ഞമ്മയുടെ അവിടെ പോകണം, അവിടെ കാണണം. അനിയത്തിയും ഒരു ചേച്ചിയുണ്ട്. അപ്പം പിള്ളേരെ എന്നെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകണം എന്നൊക്കെ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ തിരക്കുകൾ കൊണ്ട് എന്തോ അത് നീണ്ടു പോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഇന്നങ്ങ് പോവാം. അതാകുമ്പം അവിടെ അടുത്തുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള തിരുവിളങ്ങോനപ്പൻ അമ്പലവും തൊട്ടടുത്തുണ്ട്. നമ്മുടെ സിനിമാ നടി അനുശ്രീയുടെയൊക്കെ വീട് അവിടെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അവിടെ പോകാമെന്ന് പറഞ്ഞിറങ്ങിയതാണ്. അപ്പോൾ അമ്പലത്തിലോട്ട് പോകുമ്പം നമ്മൾ നല്ലപോലെ സുന്ദരികളായിട്ട് പോകണം. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല കാര്യമായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ തന്നെ മാച്ചൊക്കെ ചെയ്തിട്ട് കുപ്പിവളയാണിത്. കുപ്പിവളയും പ്ലാസ്റ്റിക് വളയും കൂടെ മിക്സായിട്ടൊക്കെ കിട്ടിയാണ്. കാരണം ഈ ചുരിദാർ എനിക്ക് ചേച്ചി ഓൺലൈൻ വഴി മേടിച്ചു തന്നെയാണ് കേട്ടോ. പോകുന്ന വഴിയിൽ നമ്മൾ സാധനമൊക്കെ മേടിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതിന് കോളാമ്പിച്ചെടി എന്നാണെന്ന് തോന്നുന്നു ഈ പൂവിന് പറയുന്നത്, എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഏകദേശം വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അമ്പലത്തിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അമ്മ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വൈകിട്ടാണ് ചെല്ലുന്നത്. കാരണം കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വൈകിട്ട് വരാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ നേരെ ഞങ്ങൾ തിരുവിളങ്ങോനപ്പൻ അമ്പലത്തിലോട്ടാണ് പോയത്. അപ്പം എൻ്റെ ഇവിടുത്തെ ഒരു ഓർമ്മയെന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പകാലത്ത് ഒരുപാട് വട്ടം ഞാൻ കുഞ്ഞമ്മയുടെ വീട്ടിൽ വന്ന് നിൽക്കുമായിരുന്നു. വെക്കേഷനൊക്കെ ഞാൻ ഒരുപാട് ദിവസങ്ങൾ വന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ വൈകിട്ടൊരു 4:30-5 മണി സമയമാകുമ്പോഴത്തേക്ക് ഞാനും പാറു എന്നാണ് കേട്ടോ കുഞ്ഞമ്മയുടെ മോടെ പേര്. പാറുവും കാർത്തി ചേച്ചി എല്ലാവരും കൂടെ വരും. വന്ന് നമ്മൾ അപ്പോൾ തൊഴുന്ന സമയത്ത് അന്ന് അനുശ്രീനെയൊക്കെ കാണാറുണ്ട്. ആക്ട്രസ് ആയിട്ടുള്ള അനുശ്രീനെ കാണാറുണ്ട്. അപ്പം കാണുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ മിണ്ടും സംസാരിക്കും. അതൊക്കെ ഒരു ഓർമ്മകളാണ്. നമ്മൾ ഈ സ്ഥലത്തോട്ട് വരുമ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാത്ത ഒരു സുഖമാണ് കേട്ടോ. അപ്പം ഞാൻ അമ്പലത്തിൽ ചേർന്ന സമയത്ത് ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടെ ചെല്ലുമ്പം എനിക്കൊരു ഏസ്തെറ്റിക് ലുക്കൊക്കെ ഉള്ള കുറച്ച് വീഡിയോസ് എടുത്തു തരണം, എനിക്ക് റീലായിട്ട് പോസ്റ്റ് ചെയ്യാനാണ്. അപ്പം വീഡിയോ എടുത്തു തരാൻ ഇച്ചിരി ബുദ്ധിമുട്ടി ചേച്ചി, കാരണം ചുറ്റും ആൾക്കാരായിരുന്നു. അപ്പം ആദ്യമേ നമ്മൾ കയറി ദൈവത്തിൻ്റെ അടുത്ത് തൊഴുതു, ഒരുപാട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇറങ്ങിയതിന് ശേഷമാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയത്. അപ്പം ചേച്ചി അവിടെ എവിടെയൊക്കെ നടത്തിപ്പിച്ച് വീഡിയോ എടുത്തപ്പോഴത്തേക്കും നമ്മുടെ നിധിക്കുഞ്ഞിന് ഒരു പരാതി, എന്നെയും കൂടെ വീഡിയോയിൽ കൂട്ടിയില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ അവളുടെ കൂടെ ഞാൻ നടന്നു വരുന്ന വീഡിയോകൾ വേണം, കറങ്ങുന്ന വീഡിയോകൾ വേണം, അതിൻ്റെ പരാതിയാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം എന്നാൽ പിന്നെ ഓക്കെ നിൻ്റെ ഇഷ്ടത്തിന് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അവിടെ അവളാണ് അവരുടെ ഡയറക്ഷൻ കംപ്ലീറ്റ്. അപ്പോൾ അവൾക്ക് വേണ്ട രീതിയിലൊക്കെ നടന്നു, വന്ന് ചാഞ്ഞിരുന്നു, തിരിഞ്ഞ് ചരിഞ്ഞ് ക്യാമറയിലോട്ട് നോക്കണം, ക്യാൻഡിഡായിട്ട് സൂര്യനെ നോക്കണം, സൂര്യൻ്റെ ലൈറ്റ് മുഖത്തടിക്കണം എന്നിങ്ങനെ തുടങ്ങിയ എല്ലാവിധ ഡയറക്ഷൻസും അവൾ എനിക്ക് തരുന്നുണ്ട്. നാച്ചുറലായിട്ട് ഇരിക്കണം, കണ്ടാൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണമെന്ന് ആരും പറയരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ മൊത്തത്തിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഒറ്റയ്ക്കൊരു വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ചേച്ചിയും കുഞ്ഞും കൂടെ അമ്പലത്തിൻ്റെ പുറകു വശത്തോട്ട്, അതായത് അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് സൈഡ് വശത്തായിട്ട് കുറേ ഇങ്ങനെ ചെടികളൊക്കെ നട്ടൊരു സ്ഥലമുണ്ട്. നല്ല രസമാണ് കാണാൻ കേട്ടോ. അപ്പോൾ അവിടെ പോയി. അപ്പോൾ ഇതിന് തൊട്ടടുത്താണ് കേട്ടോ നമ്മൾ ഈ സപ്താഹമൊക്കെ വരുമ്പോൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം. അപ്പോൾ എനിക്കിത് കാണുമ്പോഴത്തേക്ക് എനിക്കങ്ങ് ഓർമ്മകളാണ് പണ്ട് വന്നിട്ട് കുഞ്ഞമ്മയുടെയൊക്കെ കൂടെ അവിടെ കയറിയിരുന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ. അങ്ങനെ ഓരോരോ ഓർമ്മകളാണ്. അങ്ങനെ അവിടെ നിന്നിട്ട് അപ്പം ഞാൻ എൻ്റെ അല്ലികളിൽ അഴകലയോ എന്ന് പറഞ്ഞ പാട്ടിനുള്ള വീഡിയോ വേണമെന്നൊക്കെ പറഞ്ഞ് ചേച്ചിയെ കൊണ്ട് ഒരുപാട് വീഡിയോ എടുപ്പിച്ചു കേട്ടോ. കഷ്ടം, ഒരുപാട് ബുദ്ധിമുട്ടി. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അമ്പലത്തിൽ പോകുമ്പം എന്താണ് കുറിയിടാത്തത്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ദൈവവിശ്വാസിയൊക്കെ തന്നെയാണ്. കുറിയിടാത്തത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഏത് കുറിയിട്ടാലും എനിക്ക് ഭയങ്കര അലർജിയാണെന്ന് വെച്ചാൽ നെറ്റിയെല്ലാം കൂടെ ചൊറിഞ്ഞ് തടിച്ചൊരു ഒരു പ്രയാസമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറിയിടുന്നത് ഉച്ചയ്ക്കാണ്, അല്ലെങ്കിൽ തലമുടിയിലാണ്. അവിടെ എല്ലാം കഴുത്തിലിടാൻ നോക്കാറുണ്ട്. ചിലപ്പോൾ കഴുത്ത് ചൊറിയും, എന്നാലും കഴുത്തിലൊക്കെ ഇടാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ നമ്മൾ കുറിയിടുന്നതിലോ ഒന്നിലോ അല്ലല്ലോ നമ്മുടെ ആത്മാർത്ഥത ദൈവത്തോടുള്ള. അപ്പോൾ ഞാൻ കയറുമ്പോൾ നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് നിധിയെടുത്ത് ഞാൻ ഇവിടെ വന്ന കഥകളും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ചേച്ചിയുടെ കുറച്ച് ഡയറക്ഷൻ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് നാച്ചുറലായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കൂ, അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഷോട്ട് എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞ് അവൾ മൊത്തത്തിൽ കഷ്ടപ്പെട്ട് കുറേ വീഡിയോസൊക്കെ എടുത്ത് തന്നു. അപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ കിടന്ന് വിളിച്ചു വാ 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 എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ കാറെടുത്ത് വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. അമ്പലത്തിൻ്റെ അവിടുന്ന് ഒരു 1.5-2 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ വീട്ടിലോട്ട്.
ഇതാണ് കേട്ടോ അമ്പലം. കമുകുഞ്ചേരി തിരുവിളങ്ങോനപ്പൻ ക്ഷേത്രം എന്നാണ് അമ്പലത്തിൻ്റെ പേര്. വളരെ പ്രസിദ്ധമായിട്ടുള്ള അമ്പലമാണ് കേട്ടോ. അപ്പം പറ്റുന്നവരൊക്കെ വരിക. അത് മാത്രമല്ല, ഈ അമ്പലത്തിന് തൊട്ടടുത്തായിട്ട് കമുകുഞ്ചേരി പാലം എന്ന് പറഞ്ഞാൽ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാം. അപ്പോൾ ഇങ്ങനെ സൺസെറ്റ് സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രസമാണ്. അപ്പം ഈ ഒരു സമയത്ത് ഞാനും ചേച്ചിയും കുഞ്ഞും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പം കുഞ്ഞാണെങ്കിൽ ആറ് കാണണം, ഒന്ന് കാണിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ സമയത്തൊന്നും വീഡിയോ എടുക്കൽ നടക്കില്ല. കാരണം ഞങ്ങൾക്കത് പറ്റില്ല. കാരണം നമ്മുടെ അടുത്ത് കുഞ്ഞ് നിൽക്കുമ്പം നമ്മൾ വീഡിയോ എടുക്കുന്നത് നോക്കുമോ, കുഞ്ഞിനെ നോക്കും. അപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും യഥാർത്ഥത്തിൽ വീഡിയോ എടുക്കാനല്ല ശ്രദ്ധിക്കുന്നത്. കുഞ്ഞിനെ മാറ്റി നിർത്തും നമ്മളിത് തന്നെ പറയുന്നത്. അങ്ങനെ അച്ഛൻ്റെ അടുത്തോട്ട് അവളെ വിട്ടു. അച്ഛൻ ഡോറ് തുറന്ന് അവളെ കാറിനകത്ത് കയറ്റി ഇരുത്തി. എന്നിട്ടാണ് വീഡിയോ എടുക്കാനും 2 ഫോട്ടോ എടുക്കാനും ഒക്കെ ആരംഭിച്ചത് തന്നെ. അങ്ങനെ അവിടെ നിന്ന് ചേച്ചി എനിക്ക് കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തു തന്നു. അപ്പം നിധി കാറിനകത്ത് കിടന്ന് വഴക്കായിരുന്നു കേട്ടോ, എനിക്ക് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രൊട്ടക്ഷനോട് കൂടി അവളെയും കൊണ്ടുവന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചു കേട്ടോ. അപ്പം കൈലാസനാഥൻ സീരിയൽ ഇറങ്ങിയ സമയത്തൊക്കെ കംപ്ലീറ്റ് ഞാൻ എൻ്റെ കുഞ്ഞുമ്മയുടെ കൂടെ ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴേ മനസ്സിലൊരു വല്ലാത്ത വിഷമമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ കുഞ്ഞുമ്മ മരിച്ചു പോയിട്ട് ഇപ്പം കുറച്ച് വർഷങ്ങളായി. കുഞ്ഞുമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. നമ്മൾ പറയാറില്ലേ, ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ അറിയില്ല ഇവർ നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവരാണെന്ന്. അപ്പം കുഞ്ഞുമ്മ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു ഫീലിംഗാണ്. കാരണം നമ്മളെ ഒരുപാട് സ്നേഹിച്ച ഒരാളുടെ മരണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളവിടെ ചെല്ലുമ്പം അവിടെ ഒരു വല്ലാത്ത നിശബ്ദത കാണുമല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ വീട്. അപ്പം വീടെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് പുതുക്കിയൊക്കെ പണിഞ്ഞു. അപ്പം ഫ്രണ്ട് വശം ഇങ്ങനൊന്നും അല്ലായിരുന്നു, ഇങ്ങനെ ഒരു കൽപ്പടവൊക്കെ പോലെ മുകളിൽ നിന്ന് താഴെ വരെ സ്റ്റെപ്പുകളായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ ആ ഒരു വീടാണിത്. അപ്പം ഏകദേശം രാത്രിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക്. അപ്പം അവിടെ കോഴിയും അതും ഇതുമൊക്കെ ഉണ്ട്. അപ്പം നിധിക്കത് കാണണം എന്ന് പറഞ്ഞു. കാരണം ഞങ്ങളുടെ വീടിനടുത്തൊന്നും കോഴിയില്ല. അപ്പം നിധിക്ക് കോഴിക്കുഞ്ഞുങ്ങളെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി കോഴിക്കോടിനടുത്തോണ്ട് ചെന്ന് കോഴിക്കുഞ്ഞിനെയൊക്കെ കാണിച്ചൊക്കെ കൊടുത്തു. എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് കംപ്ലീറ്റ് ഈ ഒരു സ്ഥലത്തിനെ ചുറ്റിപ്പറ്റിയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 9-9:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഏകദേശം നല്ല ഇരുട്ടാണ്. കാരണം അത് കുറച്ച് ഉൾപ്രദേശമാണ് കേട്ടോ. കമുകുഞ്ചേരി എന്ന് പറഞ്ഞാൽ കുറച്ച് അകത്തോട്ടുള്ള സ്ഥലമാണ്. അപ്പം അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ ഫുഡൊന്നും വെച്ചിട്ടില്ല. നമ്മൾ പോകുന്ന വഴി ഇനി എന്തെങ്കിലും വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു വേണ്ട, ഞാൻ പനീരൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദോശയും പനീർ കറിയും ഉണ്ടാക്കാമെന്നൊക്കെയുള്ളൊരു പ്ലാനിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റ ബൈ ബൈ, ഓക്കെ, സീ യു.